നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയർന്നപ്പോൾ കണക്കൻ കടവിലെ ഷട്ടർ വീണ്ടും തകർന്നു. ഏതാനും ദിവസം മുൻപ് അറ്റകുറ്റപ്പണികൾ നടത്തി താഴ്ത്തിയ ഷട്ടറാണ് വ്യാഴാഴ്ച വൈകിട്ട് 4-ന് തകർന്നത്. വരുമാന പരിധിയിൽ കുടുങ്ങി സാമൂഹ്യനീതി വകുപ്പിന്റെ സ്നേഹപൂർവ്വം പദ്ധതി പ്രകാരമുള്ള സഹായധനത്തിന് അപേക്ഷിക്കാനാകാതെ വിദ്യാർത്ഥികൾ. രക്ഷിതാക്കളിൽ ഒരാൾ മരിച്ച കുട്ടികൾക്കാണ് പദ്ധതി പ്രകാരം സഹായം കിട്ടുക. അവിട്ടത്തൂർ സ്വദേശിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ. അവിട്ടത്തൂർ സ്വദേശി തണ്ടാശ്ശേരി സുശാന്തിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. വാർത്തകൾ വിശദമായി. ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയർന്നപ്പോൾ കണക്കൻ കടവിലെ ഷട്ടർ വീണ്ടും തകർന്നു. ഏതാനും ദിവസം മുൻപ് അറ്റകുറ്റപ്പണികൾ നടത്തി താഴ്ത്തിയ ഷട്ടറാണ് വ്യാഴാഴ്ച വൈകിട്ട് 4-ന് തകർന്നത്. അതിനിടെ നിർത്തിവെച്ചിരുന്ന ഡ്രഡ്ജിംഗ് പുഴയിൽ പുനരാരംഭിച്ചു. പെരിയാറിൽ നിന്ന് ഉപ്പുവെള്ളം ചാലക്കുടി പുഴയിലേക്ക് കയറുന്നത് തടയാൻ നിർമ്മിച്ച കണക്കൻ കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ മധ്യഭാഗത്തെ ഷട്ടർ തകർന്നു. പുഴയിൽ മുകളിൽ നിന്ന് താഴേക്കുള്ള ഒഴുക്കിന്റെ സമ്മർദ്ദം മൂലമാണ് ഷട്ടർ തകർന്നത്. ഏതാനും ദിവസം മുൻപ് തകരാറുകൾ പരിഹരിച്ച ഷട്ടറാണ് വീണ്ടും തകർന്നിരിക്കുന്നത്. ഇതുമൂലം പുത്തൻവേലിക്കര പഞ്ചായത്ത് ഉൾപ്പെടെ എറണാകുളം, തൃശൂർ ജില്ലയിലെ വലിയൊരു ഭാഗത്ത് കുടിവെള്ള വിതരണവും കൃഷിക്കുള്ള ജലസേചനവും പ്രതിസന്ധിയിലായ വാർത്ത മീഡിയ ടൈം നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഷട്ടർ തകരാർ മൂലം പെരിയാറിൽ നിന്ന് ഓരുജലം കയറാതിരിക്കാൻ താൽക്കാലികമായി പണിതീർക്കുന്ന മണൽ ബണ്ടിന്റെ പണി തുടങ്ങിയിട്ടേയുള്ളൂ. അപ്രതീക്ഷിതമായി മഴ വന്നതിനാലാണ് ചാലക്കുടി പുഴയിൽ ജലവിധാനം ഉയർന്നത്. ഉപ്പു കയറിയതിനെ തുടർന്ന് പുത്തൻവേലിക്കര പഞ്ചായത്തിലെ കുടിവെള്ള പമ്പിംഗ് 2 ആഴ്ചയായി നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ടാങ്കർ ലോറികളിലാണ് കുടിവെള്ള വിതരണം നടക്കുന്നത്. മീഡിയ ടൈം, പുത്തൻവേലിക്കര. വരുമാന പരിധിയിൽ കുടുങ്ങി സാമൂഹ്യനീതി വകുപ്പിന്റെ സ്നേഹപൂർവ്വം പദ്ധതി പ്രകാരമുള്ള സഹായധനത്തിന് അപേക്ഷിക്കാനാകാതെ വിദ്യാർത്ഥികൾ. രക്ഷിതാക്കളിൽ ഒരാൾ മരിച്ച കുട്ടികൾക്കാണ് സ്നേഹപൂർവ്വം പദ്ധതി പ്രകാരം സഹായം ലഭിക്കുക. കുടുംബ വാർഷിക വരുമാന പരിധിയിലെ സാക്ഷ്യപത്രമാണ് വിദ്യാർത്ഥികൾക്ക് വിനയാകുന്നത്. APL വിഭാഗത്തിലുള്ളവരും കുടുംബ വാർഷിക വരുമാനം ഗ്രാമപ്രദേശങ്ങളിൽ 20,000 രൂപയ്ക്കും നഗരങ്ങളിൽ 22,000 രൂപയ്ക്കും താഴെയുള്ളവർക്ക് സ്നേഹപൂർവ്വം പദ്ധതി പ്രകാരമുള്ള സഹായധനത്തിന് അപേക്ഷിക്കാം. എന്നാൽ ജീവിച്ചിരിക്കുന്ന രക്ഷിതാവിന് വിധവാ പെൻഷനോ അതുപോലുള്ള മറ്റ് ക്ഷേമ പെൻഷനോ ലഭിക്കുന്നുണ്ടെങ്കിൽ വാർഷിക വരുമാനം ഇതിൽ കൂടുതലാകും. അതോടെ ഇവർക്ക് അപേക്ഷിക്കാനാകാത്ത സ്ഥിതിയാണ്. നിലവിൽ ക്ഷേമ പെൻഷൻ തുക മാസം 2,000 രൂപയാണ്. ഏതെങ്കിലും ക്ഷേമ പെൻഷൻ ലഭിക്കുന്നുണ്ടെങ്കിൽ വാർഷിക വരുമാനം 24,000 രൂപയാകും. സ്നേഹപൂർവ്വം പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും നിശ്ചയിച്ചിട്ടുള്ള കുടുംബ വാർഷിക വരുമാനം ഇതിൽ താഴെയായതിനാൽ ഇവർക്കൊന്നും വില്ലേജ് ഓഫീസിൽ നിന്ന് ഇതനുസരിച്ചുള്ള വരുമാന സർട്ടിഫിക്കറ്റ് ലഭിക്കില്ല. ഇതോടെ ഈ വിഭാഗത്തിൽപ്പെടുന്ന പാതിയിലധികം പേർക്കും അപേക്ഷിക്കാനാകില്ല. വരുമാനം നോക്കാതെ സഹായധനം അനുവദിക്കുകയോ കുടുംബ വാർഷിക വരുമാനം പരിധി ഉയർത്തുകയോ ചെയ്താലേ പ്രശ്നത്തിന് പരിഹാരമാകൂ. രക്ഷിതാക്കളിൽ ഒരാൾ നഷ്ടപ്പെടുകയും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുകയും ചെയ്യുന്ന കുട്ടികൾക്ക് വലിയ ആശ്വാസമാണ് സ്നേഹപൂർവ്വം പദ്ധതി. 5 വയസ്സിൽ താഴെയുള്ളവർക്കും 1-ാം ക്ലാസ് മുതൽ ബിരുദത്തിന് വരെ പഠിക്കുന്നവർക്കും ഇത് ലഭിക്കും. 5-ാം ക്ലാസ് വരെയുള്ളവർക്ക് മാസം 300 രൂപയും 6 മുതൽ 10 വരെയുള്ളവർക്ക് 500 രൂപയും 11, 12 ക്ലാസുകളിൽ ഉള്ളവർക്ക് 750 രൂപയും പ്രൊഫഷണൽ കോഴ്സ് ഉൾപ്പെടെ ബിരുദ കോഴ്സുകളിൽ പഠിക്കുന്നവർക്ക് 1000 രൂപയുമാണ് സഹായധനമായി ലഭിക്കുക. മീഡിയ ടൈം, മാള. അവിട്ടത്തൂർ സ്വദേശിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ. അവിട്ടത്തൂർ സ്വദേശി തണ്ടാശ്ശേരി സുശാന്തിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. മുൻ വൈരമാണ് കാരണമെന്ന് പോലീസ് പറഞ്ഞു. ആളൂർ പോലീസ് സ്റ്റേഷൻ SI KT ബെന്നിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇയാളെ പിടികൂടിയത്. മാളയിൽ CPM വിമത സ്ഥാനാർത്ഥിക്ക് വാഹനാപകടത്തിൽ ഗുരുതര പരിക്ക്. മാള പഞ്ചായത്ത് 9-ാം വാർഡ് സ്ഥാനാർത്ഥി TP രവീന്ദ്രനാണ് പരിക്ക് പറ്റിയത്. ഇന്നലെ വൈകിട്ടാണ് സംഭവം. മാള പള്ളിപ്പുറം പോസ്റ്റ് ഓഫീസിന് സമീപം വച്ച് TP രവീന്ദ്രൻ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ കാർ ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ രവീന്ദ്രനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റായിരുന്ന TP രവീന്ദ്രൻ വിമത സ്ഥാനാർത്ഥിയായതിനെ തുടർന്ന് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരുന്നു.
കോടാലിയിൽ യുവാവിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. സുൽത്താൻ ബത്തേരി സ്വദേശി സുജിത്താണ് മരിച്ചത്. കോടാലി അന്നാമ്പാടത്ത് സുഹൃത്തായ പുല്ലരിക്കൽ സാബുവിന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ എത്തിയതായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ വീടിന് സമീപത്തുള്ള കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വെള്ളിക്കുളങ്ങര പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പുതുക്കാട് നിന്നും അഗ്നിരക്ഷാസേന എത്തിയാണ് മൃതദേഹം കരയ്ക്ക് കയറ്റിയത്. ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്കായി വോട്ട് തേടി AICC സെക്രട്ടറി TN പ്രതാപൻ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടുപിടിക്കുമ്പോൾ സ്ഥാനാർത്ഥികളും മുന്നണികളും വോട്ടുറപ്പിക്കാൻ നെട്ടോട്ടമോടുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണി ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെയാണ് TN പ്രതാപൻ സ്ഥാനാർത്ഥികളുടെ വാർഡുകളിലൂടെ സഞ്ചരിച്ച് വോട്ട് തേടുന്നത്. VM ജോണി, പ്രിൻസി മാർട്ടിൻ, അൽഫോൺസ്, സാലി ഫ്രാൻസിസ്, ജിഷ, ബിജീഷ് ബാബു എന്നിവർക്ക് വേണ്ടിയാണ് നേരിട്ട് വോട്ട് തേടുന്നത്. വൈകിട്ട് ആനാപ്പുഴ അഞ്ചങ്ങാടിയിൽ നിന്നും ആരംഭിച്ച യാത്ര ആനാപ്പുഴ ജംഗ്ഷനിൽ സമാപിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് ES സാബു, TM നാസർ, അഡ്വക്കേറ്റ് VM മൊഹീദ്ദീൻ, K വേണു, ജോഷി ചക്കമാട്ടിൽ, TB സുനിൽകുമാർ എന്നിവരും പങ്കെടുത്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വ്യാപാരികൾക്ക് സ്വീകരണം നൽകി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. സൂചിപ്പിച്ചതുപോലെ വ്യാപാരികളായിട്ടുള്ള ആളുകൾ പരമാവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണസമിതിയിൽ ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ്. ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും നമ്മുടെ ആളുകൾ അതിനകത്തുണ്ടാവണം എന്നുള്ളതാണ് അതിലൂടെ ലക്ഷ്യപ്പെടുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും മെമ്പർമാരോട് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയും. അവർ പലരും അത്തരത്തിലുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടാവും. പക്ഷേ അതൊന്നും പൂർണ്ണാർത്ഥത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അവർ ചെയ്യണമെന്നില്ല. നേരെ മറിച്ച് ഒരു വ്യാപാരിയാണ് അതിനകത്തുള്ളതെങ്കിൽ തീർച്ചയായിട്ടും വ്യാപാരികളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി വ്യാപാരികളുടെ പ്രശ്നങ്ങൾ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കൃത്യതയോടുകൂടി അവതരിപ്പിക്കാൻ അവർക്ക് കഴിയുമെന്നുള്ളതാണ് സംഘടന ഇതിലൂടെ കാണുന്ന ഒരു കാര്യം. നിയോജക മണ്ഡലം ചെയർമാൻ P പവിത്രൻ അധ്യക്ഷനായി. കൺവീനർ MR സച്ചിദാനന്ദൻ, പെരിഞ്ഞനം യൂണിറ്റ് പ്രസിഡന്റ് KK ബാബുരാജൻ, കയ്പമംഗലം യൂണിറ്റ് പ്രസിഡന്റ് VR ഉല്ലാസ്, ചന്ദ്രാപ്പിനി യൂണിറ്റ് പ്രസിഡന്റ് UU രവീന്ദ്രൻ, യൂത്ത് വിംഗ് ജില്ലാ സെക്രട്ടറി P പ്രിയൻ തുടങ്ങിയവർ സംസാരിച്ചു. കുഴൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഏകാദശി മഹോത്സവത്തിന്റെ ഭാഗമായി ആറാട്ട് സദ്യ, കാർത്തിക ദീപക്കാഴ്ച, കാർത്തിക വിളക്ക് എന്നിവ നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. ഇന്ന് വൈകിട്ട് അയ്യപ്പൻ വിളക്കാഘോഷം നടക്കും. കാർത്തിക ദീപക്കാഴ്ച ഒരുക്കുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും പ്രത്യേക ശ്രദ്ധ, ദീപം അഗ്നി പകരുന്ന ഈ സന്ദർഭം എല്ലാവരും പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയർന്നപ്പോൾ കണക്കൻ കടവിലെ ഷട്ടർ വീണ്ടും തകർന്നു. ഏതാനും ദിവസം മുൻപ് അറ്റകുറ്റപ്പണികൾ നടത്തി താഴ്ത്തിയ ഷട്ടറാണ് വ്യാഴാഴ്ച വൈകിട്ട് 4-ന് തകർന്നത്. വരുമാന പരിധിയിൽ കുടുങ്ങി സാമൂഹ്യനീതി വകുപ്പിന്റെ സ്നേഹപൂർവ്വം പദ്ധതി പ്രകാരമുള്ള സഹായധനത്തിന് അപേക്ഷിക്കാനാകാതെ വിദ്യാർത്ഥികൾ. രക്ഷിതാക്കളിൽ ഒരാൾ മരിച്ച കുട്ടികൾക്കാണ് പദ്ധതി പ്രകാരം സഹായം കിട്ടുക. അവിട്ടത്തൂർ സ്വദേശിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ. അവിട്ടത്തൂർ സ്വദേശി തണ്ടാശ്ശേരി സുശാന്തിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ ന്യൂസ് 10 സമാപിച്ചു. നമസ്കാരം.